നമസ്തേ, आप सभी को हमारे ചാനൽ पर ഹാർദിക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ PSC ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാകും. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററിയും അതേപോലെ മെയിൻ ലിസ്റ്റും അടങ്ങുന്നതാണ് ഷോർട്ട് ലിസ്റ്റ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. അപ്പോൾ അത് അറിയിക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജിലൂടെയും ഇമെയിലൂടെയും അതേപോലെ PSC പ്രൊഫൈലിലെ അനൗൺസ്മെൻറ്റ് എന്ന സെക്ഷനിലൂടെയാണ് നമ്മളെ അത് അറിയിക്കുന്നത്. അപ്പോൾ PSC അങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ ഈ 3 കാര്യങ്ങളും നമ്മൾ നോക്കണം. കാരണം ടെക്സ്റ്റ് മെസ്സേജും നോക്കണം, ഇമെയിലും നോക്കണം, അതേപോലെ PSC പ്രൊഫൈലും നോക്കണം. ചിലപ്പോൾ ഇമെയിലൂടെ ആയിരിക്കും അറിയിക്കുന്നത്. അപ്പോൾ അതിൽ ഡേറ്റ് മാത്രം ഉണ്ടാകും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ. സ്ഥലം എവിടെയാണ്, ടൈം എവിടെയാണെന്നൊക്കെ നമുക്ക് പ്രൊഫൈലിൽ കയറിയാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ PSC പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അനൗൺസ്മെൻറ്റ് എന്ന സെക്ഷനിൽ ആ ഒരു കാര്യം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാകും. അത് നോക്കിയാൽ നമുക്ക് അതിൽ ടൈമും പ്ലേസും പിന്നെ ഡേറ്റും ഒക്കെ അതിലുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്തിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും PSC ഓഫീസിൽ എത്തിച്ചേരാൻ ശ്രമിക്കണം. അപ്പോൾ PSC ഓഫീസിൽ വെച്ചാണ് സാധാരണ വെരിഫിക്കേഷൻ നടക്കുന്നത്. നമ്മൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതാത് ജില്ലയിൽ PSC ഓഫീസിൽ വെച്ചാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത്. പിന്നെ നമുക്ക് ഇനി ആ ജില്ലയിൽ പോകാൻ സാധിക്കില്ല എന്നുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് മുമ്പുള്ള ഡേറ്റുകളിൽ, അതായത് 1-ാം തീയതിയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് എങ്കിൽ ഇപ്പോൾ ഫെബ്രുവരി 1-നാണെങ്കിൽ ജനുവരി ലാസ്റ്റുള്ള ഈ ഡേറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജില്ലയിൽ, അതായത് ഇപ്പോൾ കണ്ണൂരാണ് നമ്മൾ അപ്ലൈ ചെയ്തതെങ്കിൽ നമ്മുടെ സ്വദേശം ട്രിവാൻഡ്രം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ ജില്ലയിലെ സ്വദേശത്തുള്ള PSC ഓഫീസിൽ പോയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു വെള്ള പേപ്പറിലൊരു റിക്വസ്റ്റ് കൊടുത്താൽ അവരെന്ത് ചെയ്തും നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് തരും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ അപ്ലോഡ് ചെയ്തത് ആ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാ ഒറിജിനൽസും നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതേപോലെ ID പ്രൂഫ്, ആധാറോ ID കാർഡോ ഏതെങ്കിലും നമ്മൾ കൊണ്ടുപോകണം. 2 കൊണ്ടുപോയാലും സാരില്ല. കാരണം എന്തെങ്കിലും കാരണവശാൽ ആധാർ പറ്റില്ല എന്ന് പറഞ്ഞാൽ ID കാർഡ് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ അതേപോലെ റിസർവേഷൻ ലിസ്റ്റിലുള്ള ആൾക്കാരാണെങ്കിൽ SC ST കാരൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ OBC കാരാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും വേണം. അപ്പോൾ അടുത്തടുത്തതാണെങ്കിൽ നമ്മുടെ ആ ഒരു വാലിഡിറ്റി കഴിയുന്നതിന് മുമ്പുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. വാലിഡിറ്റി കഴിഞ്ഞതാണെങ്കിൽ പുതിയതിന് അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കുക. വെരിഫിക്കേഷൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും നോൺ ക്രീമി ലെയറും അതേപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള അതൊക്കെ കരുതണം. ID പ്രൂഫ് കരുതണം കേട്ടോ. പിന്നെ പറയാനുള്ളത് SSLC ബുക്ക് ആണെങ്കിലും ലാമിനേഷൻ ചെയ്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ പുറംപോളി പൊളിച്ച് കളയണം. കാരണം PSCയിൽ ലാമിനേഷൻ ചെയ്തതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്താവും, സക്സസ് ആയിക്കോളും. പിന്നെ ഇതിന് മുന്നേ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാകും, സർട്ടിഫിക്കറ്റ് മുന്നേ വെരിഫൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ കയ്യിൽ OTP സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതായത് 1 ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും അതിൻ്റെ പ്രിൻറ്റ് നമ്മളെ പ്രൊഫൈലിൽ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻറ്റും നമ്മളിനി എക്സ്ട്രാ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് പോയാൽ മതി. അവർ വെരിഫൈ ചെയ്ത് തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.